അച്ഛനിനി മതി. അച്ഛന് മതി എന്ന് നീയാണ് അതേ കാണിക്കുന്നത്. സുധി, നീ വന്നത് എനിക്ക് എന്ത് സഹായമായിരുന്നു. ഈ പെണ്ണ് എന്നെ കുടിക്കാനും പുകവലിക്കാനും സമ്മതിക്കില്ല. പട്ടാള നിയമമാണ്. കുറച്ച് വെള്ളം. അച്ഛൻ ഇവളുടെ താളത്തിന് തുള്ളാനിരുന്നിട്ടല്ലേ? അച്ഛന് ഹൈ BP ആണ്, ബ്ലഡ് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്. കുടിക്കരുതെന്നും പുകവലിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും. ജീവിക്കുന്നിടത്തോളം സുഭിക്ഷമായി തിന്നും കുടിച്ചും ജീവിക്കണം. അതാണ് എന്റെ ഫിലോസഫി. താങ്ക് യു. ചേട്ടത്തിക്ക് ഒരു സ്മോൾ തരട്ടെ? എനിക്ക് വേണമെന്ന് ചോദിക്കാത്ത എന്താ? നിനക്കോ? നിനക്ക് 2 സ്പൂൺ ഗ്രേപ്പ് വാട്ടർ തരാം. രാധേ, എന്താണെന്ന് പതിവില്ലാത്ത ഒച്ചമ്പകളൊക്കെ താഴെ? അച്ഛനും മോനും കൂടെയാ. ഒരു കുപ്പി തീരാറായി. സുധി ഇന്ന് ഉദ്യോഗത്തിൽ പ്രവേശിച്ച ദിവസമല്ലേ? ഓ, അമ്മായി, അമ്മായി. ആഹാ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി മോനെ. വീട്ടിലെല്ലാവർക്കും പരമസുഖം. രാധ എവിടെ? അവൾ അകത്തുണ്ട്. മോനിരിക്കെ. അമ്മായി, എനിക്ക് IPS സെലക്ഷൻ കിട്ടി. ഓഹോ, എന്റെ ഈശ്വര. അമ്മാവനോടെ? ആ, ക്ലബിലേക്കെന്നും പറഞ്ഞു പോയതാ. സന്ധ്യയ്ക്ക് മുമ്പ് എത്തും. മോനിരിക്കെ. സുഖേട്ടാ. മോളെ, എനിക്ക് IPS സെലക്ഷൻ കിട്ടി. അയ്യേ, IFS കിട്ടുമെന്ന് പറഞ്ഞിട്ട്? ആർക്ക് വേണം IFS? IPSന്റെ ഗമയാണ് ഗമ. ASP, DSP, DIG, പിന്നെ സാക്ഷാൽ IG, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. സകലവനും സല്യൂട്ട് അടിച്ച് ഓച്ചാരിച്ച് നിൽക്കും. പിന്നെ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്റെ അടുത്ത് നടക്കത്തില്ല. സ്റ്റൈലായിട്ടുണ്ട് ലവ് സീൻ. ആഹാ, നിന്നെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? അയ്യോടെ എന്തിനാ വന്നതെന്നോ? രാധ എന്റെ മുറപ്പെണ്ണ. ഈ ലവ് സീനൊക്കെ അഭിനയിക്കാൻ എനിക്കറിയാം. പിന്നെ IPS എന്നൊരു കുറവേ ഉള്ളൂ. രാധെ, ഈ IPS കാരനെക്കാട്ടിലും തണ്ടും തടിയും കാണാൻ സൗന്ദര്യം ഒക്കെ എനിക്കല്ലേ. ആയിക്കോട്ടെ, സ്റ്റണ്ടില്ലേ, പിന്നെ ലവ് അഫെയറിന് യാതൊരു ത്രില്ലും ഇല്ല. വാ വെള്ളം. നീ എന്തിനാണ് ഇത്ര അധികാരം കാണിക്കുന്നത്? ഇവിടെ എന്റെയും കൂടെ മുറപ്പെണ്ണ. ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ അധികാരമൊക്കെ എനിക്കും കാണിക്കാം. വെള്ളം. നിന്നോട് ആര് പറഞ്ഞപ്പോ ഇങ്ങോട്ട് എന്നുള്ളത്? കോളേജ് വിട്ടു വന്നപ്പം അച്ഛൻ പറഞ്ഞു ചേട്ടൻ IPS സെലക്ഷൻ കിട്ടിയെന്ന്. ഒന്ന് അനുമോദിക്കാന്ന് എഴുതി തിരക്കിയപ്പം പുള്ളിക്കാരന്റെ പൊടി പോലും ഇല്ല. IPS ഒന്നും ഇല്ലെങ്കിലും കുറ്റാന്വേഷണ ബുദ്ധി എനിക്കും കുറേശ്ശൊക്കെ ഉണ്ടേ. ഇവിടെ എത്തി അമ്മായിട്ട് ചോദിച്ചപ്പം ഇവർ രണ്ടു പുറത്തേക്ക് പോയിരിക്കാന്ന് പറഞ്ഞു. അത് ശരി. എന്നിട്ട് എന്റെ അമ്മാവ, ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ ഇവര് തമ്മിൽ ഭയങ്കര ലവ് സീൻ. വിഭവസമർത്ഥമായ ഭക്ഷണത്തിന് നന്ദി. പോയിട്ട് വരാം. സുധിമാൻ ഉണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയത്തേ ഇല്ല. കേട്ടോ, അമ്മായിക്ക് IPSനെക്കാളും എന്നെയാ ഇഷ്ടം. വാ. അതിന് നിന്റെ കൂടെ അല്ലല്ലോ ഞാൻ വന്ന. നീ വെക്കൂ. വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. ഇവിടെ കിടന്ന് പ്രയോഗിക്കണ്ട. അല്ലേ? ഇതുവരെ ഉറങ്ങില്ലേ? എത്ര നാളാണ് ഇങ്ങനെ എങ്ങനെ ഉറങ്ങാതെ? അന്ത്യം വരെ.
To me, this is quite impressive. What's your opinion? Not bad. The product is projected. That's important. മീഡിയ ലിസ്റ്റ് ചെക്കപ്പ് ചെയ്തോ? മെഡിക്കൽ ജേർണൽസിന് ടോട്ടൽ കവറേജ് കിട്ടിയിട്ടുണ്ടല്ലോ ഇല്ലേ? പ്രധാനപ്പെട്ട 7 മെഡിക്കൽ ജേർണലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Okay, Mr. Swagaran, go ahead. അങ്കിൾ, ചേട്ടത്തിയുടെ ടെസ്റ്റ് റിപ്പോർട്ട്സ്. What happened? ഇതാണ് സിംറ്റം. Yeah. Pathological investigations are quite normal. അല്ലേ സുനിതേ? യെസ് അങ്കിൾ. ENT ടെസ്റ്റിലും അപാകതയൊന്നും കാണാനില്ല. സാധാരണയായി പലരിലും കാണുന്ന സൈനസ് ട്രബിൾ പോലും ചേട്ടത്തിക്കില്ല, അല്ലേ അങ്കിൾ? Yes, you are right. ചുരുക്കത്തിൽ ഈ ടെസ്റ്റുകൾക്കൊന്നും രാധയുടെ തലവേദനയുടെ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? ഇനി ഒന്നേ ബാക്കിയുള്ളൂ. എന്താണ്? സ്കാനിങ്, ബ്രെയിൻ സ്കാനിങ്. തലച്ചോറിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് അറിയണം. ഏതായാലും ഫിസിഷ്യൻ പറഞ്ഞ മരുന്ന് എന്നെ ഒരാഴ്ചത്തെ കൂടി കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. വാട്ട് ഡു യു സേ രാജശേഖരൻ? That's right. അല്ലാതെ എന്ത് ചെയ്യാനാ മാത്യു? മതി മതി. നീ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്ന് എങ്ങനെയാ കഴിക്കുന്നത്? നേരെ ഇരുന്ന് കഴിക്കൂ. എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ കുഞ്ഞിനെന്ത് പറ്റിയെന്ന്. ENT സ്പെഷ്യലിസ്റ്റും ഐ സ്പെഷ്യലിസ്റ്റും ഒക്കെ നോക്കി. സുനിതേ, നീ അവരെ കണ്ടില്ലേ? പിന്നെ എല്ലാ റിപ്പോർട്ടും ഇന്ന് വൈകുന്നേരം കിട്ടും. ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. മറക്കരുത്. ഇല്ല. വൈകിട്ട് ഞാൻ ഡോക്ടർ മാത്യുവിനെ വിളിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതല്ലേ? യു ആർ കറക്റ്റ്. ഇക്കാലത്ത് ഒരു ഡോക്ടറെയും വിശ്വസിച്ചുകൂടാ. വല്ല ആയുർവേദ ചികിത്സയും നോക്കിയാലോ എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. പറയട്ടെ. നോ ഫിയേഴ്സ്, പറയണം. ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ ഇവക്ക് ഗുണം ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഞങ്ങൾ കുറച്ചു ദിവസത്തേക്ക് രാധയെ വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ? ബൈ ഓൾ മീൻസ്, എനിക്ക് യാതൊരു വിരോധമില്ല. മോളെ, നാം കുറച്ചു ദിവസത്തേക്ക് വീട്ടിലേക്ക് പോകാം. എന്തിന്? നിന്റെ ഈ വിട്ടുമാറാത്ത തലവേദന ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയറിന് ഒരു തകരാറുമില്ല. ഏത് തീരാവ്യാധിയാണെങ്കിലും ഈ വീട് വിട്ട്, എന്റെ സുഖവട്ടിനെ വിട്ട് ഞാൻ അവിടത്തേക്ക് വരില്ല. മോളെ, നീ ഇങ്ങനെ വാശി പിടിച്ചാൽ അമ്മ ഇക്കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട. എന്താ സുധീത്? ഏത് സമയം ഇപ്പൊ എത്രയായി? എത്രയായി? 1:40. എവിടെ പോയിട്ടാണ് ഈ പരുവത്തിലായത്? ഒന്ന് ഫോൺ ചെയ്ത് പറയുമെങ്കിലും ചെയ്തുകൂടായിരുന്നു? എന്തിനാ? വീട്ടിലിരിക്കുന്നൊരു തീരുന്ന് വിഷമിക്കാതിരിക്കും. ശരിയാതമ്മേ, നീക്ക് ഇപ്പൊ തന്നെ തലയിച്ച് നോക്കാൻ ഒരു ഭർത്താവുണ്ടല്ലോ. ഇനിയും ഭാരം വേണോ? ഞാൻ വെറുതെ പറഞ്ഞ. ഐ എം സോറി. ഞാൻ വേദനിപ്പിച്ചല്ലേ? മാപ്പ്. ഒരു നിമിഷം നിൽക്കൂ. നിങ്ങളെ ഈ വേദനയുടെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, ചുരുങ്ങിയ പക്ഷം ഈ വേദന പങ്കിട്ട് അനുഭവിക്കാൻ വന്ന ദിവസം മുതൽ വഴി അന്വേഷിക്കുന്നതാണ് ഞാൻ.
സുഖത്തിന് എന്താ ഉറങ്ങാത്തത്? ഉറങ്ങി, പക്ഷേ എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ടുണർന്നു. നീ എവിടെ പോയിരുന്നു? ബാൽക്കണിയിൽ പോയിരുന്നു. ഒറ്റക്കായിരുന്നു? സുധാരൻ സംസാരിച്ച് നിന്നോടായിരുന്നു? ഉം. ചേട്ടൻ ഉറങ്ങോ? ആ. രാധേ, എന്തോ? ആ സ്ലീപ്പിംഗ് പിൽസ് ഒന്നുകൊടുത്താ? അയ്യോ വേണ്ട, ഇന്നത്തേക്ക് മാത്രം ഒന്നുകൂടെ പ്ലീസ്. ഞാൻ സുനിതയെ വിളിക്കട്ടെ? ഈ വാർഡ്രോബിൽ നിന്നൊരു ഗുളി എടുക്കാൻ സുനിതയെ വിളിക്കണോ?